പ്രിയപ്പെട്ടവരെ, ഈ ലക്കമാഴ്ചവട്ടം ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ തകർപ്പൻ മുന്നേറ്റത്തെയും അത് നൽകുന്ന രാഷ്ട്രീയ സൂചനയും സംബന്ധിച്ചും UDF മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്ന 3-ാം സീറ്റ് ആവശ്യത്തെയും മുൻനിർത്തിയുള്ള ചില രാഷ്ട്രീയ വിചാരങ്ങൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ നുണപ്രചരണങ്ങളും രാഷ്ട്രീയ പ്രവർത്തനമായി ചിന്തിക്കുന്ന സുധാകരൻ്റെയും അതുപോലെ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ UDFിലെ ഘടകകക്ഷികൾക്ക് പോലും അസഹനീയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അവസാനം പ്രകടമാകുന്ന സൂചനകൾ. മോഡി സർക്കാരിൻ്റെ കേരള വിരുദ്ധമായ നയത്തെയും ഫെഡറലിസത്തെ ആകെ തകർക്കുന്ന നിരന്തരമായ ഇടപെടലുകളെയും എല്ലാം സംബന്ധിച്ച് ഒരക്ഷരം പോലും ഉരിയാടുന്നതിന് തയ്യാറാവാത്തവരാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും എല്ലാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ പോലും കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കെതിരായ ധനപരമായ ഉപരോധങ്ങളെ മുൻനിർത്തി സമരം നടത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ BJP സർക്കാരിനെതിരായി ഒരക്ഷരം ഉരിയാടാൻ, കേന്ദ്രത്തിനെതിരായി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാവാത്ത അവസ്ഥയാണ് ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഉത്ബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നത് തർക്കമറ്റ കാര്യമാണ്. അതിൻ്റെ തെളിവാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കാണിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള വലതുപക്ഷ നുണപ്രചരണങ്ങളെയും മാധ്യമ വിവാദങ്ങളെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്താണ് ഉറച്ച് നിൽക്കുന്നത് എന്ന സൂചനയും ബഹുജനാഭിപ്രായവുമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് വ്യക്തമായും കാണാനാവുന്നത്. 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തകർപ്പൻ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായത്. ഇത് എല്ലാ മാധ്യമങ്ങളും ഇന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആകെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 23 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരത്തെ 5 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് നേരെ ഇരട്ടിയായി 10 എണ്ണമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ആകെയുള്ള 23 വാർഡുകളിലെ ഫലം പുറത്തു വന്നപ്പോൾ, തെരഞ്ഞെടുപ്പ് നടന്ന 23 വാർഡുകളിലെ ഫലം പുറത്തു വന്നപ്പോൾ 10 എണ്ണം ഇടതുപക്ഷം വിജയിക്കുന്ന നിലയുണ്ടായി. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 5 വാർഡുകൾ മാത്രമാണ് അന്ന് ജയിക്കാൻ കഴിഞ്ഞത്. അതാണ് ഇപ്പോൾ 10 സീറ്റായിട്ട് ഉയർന്നത്. 14 സീറ്റുണ്ടായിരുന്നു UDFന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകൾ 14 എണ്ണം UDF ജയിച്ച വാർഡുകളായിരുന്നു. അവർക്ക് 10 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. UDFന് ഇതിൻ്റെ ഭാഗമായി നേരത്തെ എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ പഞ്ചായത്ത് ഭരണം തന്നെ ഇതിൻ്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന നിലയും സംജാതമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടുത്തെ ഒരു വാർഡ്, വള്ളാർ വാർഡ്, BJPയിൽ നിന്ന് അട്ടിമറി വിജയത്തിലൂടെ ഇടതുപക്ഷം പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച CPI സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ UDFൻ്റെയും BJPയുടെയും സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ UDFന് 4 വാർഡുകൾ അവരുടെ കൈവശമുണ്ടായിരുന്ന 4 വാർഡുകൾ നഷ്ടപ്പെട്ടു. BJPയുടെ സീറ്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ BJP മട്ടന്നൂർ നഗരസഭയിൽ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് പിടിച്ചെടുത്ത് അങ്ങനെയാണ് BJP അവർക്ക് ഒരു സീറ്റ് അവിടെ അവരുടെ നേരത്തെ ഉള്ളത് നിലനിർത്താൻ കഴിഞ്ഞത്. ഇവിടെ കാണാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അതിവിപുലമായ നിലയിൽ നടന്ന അപവാദ പ്രചരണങ്ങൾ, അതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതെല്ലാം ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാനാവുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്.
ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തൊട്ട് മുമ്പ് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചികയായി മാറുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ഈ കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ ചില സൂചനകൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി തുടർച്ചയായി പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ UDFലെ പ്രബല കക്ഷിയായ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന, അവരുടെ മുന്നണിക്കകത്ത് UDFനകത്ത് ഉന്നയിക്കുന്ന 3-ാം സീറ്റിനെ സംബന്ധിച്ച ആവശ്യത്തെ പറ്റിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഒന്ന്, UDFലെ പ്രബല കക്ഷി എന്ന നിലക്ക് ലോകസഭയിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് മത്സരിക്കുന്നതിന് ഇപ്പോൾ ഒരു 2 സീറ്റിലാണ് മത്സരിച്ചു വരുന്നത്. ഒരു സീറ്റ് കൂടി മത്സരിക്കുന്നതിന് അവർക്ക് UDF അനുവദിക്കേണ്ടതുണ്ട് എന്ന ലീഗിൻ്റെ ആവശ്യം, ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ഒരു അന്യായമാണ് എന്ന് പറയാനാവില്ല. കാരണം UDFലെ പ്രബലമായ കക്ഷി കോൺഗ്രസിനേക്കാളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്വാധീനമുള്ള പാർട്ടിയാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനോട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ 3-ാം സീറ്റിൻ്റെ ആവശ്യത്തോട് അങ്ങേയറ്റം നിഷേധാത്മകമായ ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ലീഗിൻ്റെ സമ്മർദ്ദം ഒന്നൽപ്പം കൂടിയപ്പോൾ വേണമെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് കുറിച്ച് ആലോചിക്കാം, ലീഗിന് നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് കോൺഗ്രസ് ഇപ്പം നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ഒരു ഔദാര്യം പോലെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ 2-ാം കക്ഷിയുടെ ആവശ്യത്തിന് കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, ലീഗ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് നിയമസഭയിൽ വ്യക്തമായ, ഇപ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ ഏതാണ്ട് അതിന് തുല്യമായ നിലയിൽ നിയമസഭാ അംഗത്വമുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പിൻബലമില്ലാതെ തന്നെ ലീഗ് സ്വന്തം നിലക്ക് കുറേ സീറ്റുകൾ, ഏതാനും സീറ്റുകൾ ജയിപ്പിച്ചെടുക്കാനുള്ള, നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ജയിപ്പിച്ചെടുക്കാനുള്ള ശേഷിയും ലീഗിനുണ്ട് എന്നാണ് അവർ പറയുന്നത്. പൊതുവെ UDFനകത്തൊക്കെയുള്ള ധാരണ അതാണ്. ഇവിടെ ഹിന്ദുത്വവാദികൾ, സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കുന്നതിനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരമൊരു സമീപനത്തെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ സമീപനത്തെ നാം വിലയിരുത്തേണ്ടത്. ന്യൂനപക്ഷ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഘടകകക്ഷി അവരുടെ മുന്നണിക്കകത്ത്, UDFനകത്ത് മുന്നണി നേതൃത്വത്തോട് തങ്ങൾക്ക് മത്സരിക്കാൻ, തങ്ങളുടെ ശക്തിക്കനുസരിച്ച് ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി, ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു എന്നാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. KPCCയുടെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാട്, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്ന 3-ാമത്തെ ലോകസഭാ സീറ്റിന് ലീഗിന് നൽകേണ്ടതില്ല, ആ സീറ്റ് ലീഗിന് നൽകേണ്ടതില്ല എന്നാണ്, 3-ാമതൊരു സീറ്റ് നൽകേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ്, കോൺഗ്രസിൻ്റെ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അവർ അതിന് ന്യായവാദമായി പറയുന്നത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ്സിന് നൽകിയത് എന്ന കാര്യമൊക്കെ സമൂഹം പൊതുവിൽ ചർച്ച ചെയ്യേണ്ട വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാനിടയായി. അങ്ങനെ വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലീഗിൻ്റെ പതാകകൾ മുന്നണിയുടെ ഭാഗമായി ഉപയോഗിച്ചു. അത് പാകിസ്ഥാൻ പതാകയാണ് എന്ന നിലയിൽ ഉത്തരേന്ത്യയിലാകെ BJP പ്രചാരണം നടത്തി. അതിനുപോലും മറുപടി പറയാൻ, അത് ഞങ്ങളുടെ ഒരു ഘടകകക്ഷിയായി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാകയാണ്, അത് പാകിസ്ഥാൻ്റെ കൊടിയല്ല എന്ന് പറയാൻ പോലുമുള്ള ശേഷി, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് പോലും, മറുപടി പറയുന്ന നിലപാട് പോലും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCC നേതൃത്വവും യഥാർത്ഥത്തിൽ അതിന് മറുപടി പറഞ്ഞില്ല. അതിന് മടിച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്ന കാര്യം
ഈ നാടിൻ്റെ മുമ്പിലുണ്ട്. മതനിരപേക്ഷവാദികളെല്ലാം അത് ഒരിക്കലും മറക്കാനിടയില്ല. യഥാർത്ഥത്തിൽ അന്ന് അങ്ങനൊരു കോലാഹലം വന്നപ്പോൾ ഇടതുപക്ഷമാണ് ചെറുതായിട്ടെങ്കിലും അതിന് ശക്തമായ നിലയിൽ മറുപടി നൽകാൻ തയ്യാറായത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിൽ ബി ജെ പിയുടെ അത്തരം സംഘപരിവാറിൻ്റെ നിലപാടിനെതിരായി പ്രതികരിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബി ജെ പി നടത്തിയ അത്തരം പ്രചരണങ്ങൾക്ക് വഴങ്ങിയാണോ, അല്ലെങ്കിൽ സംഘപരിവാർ ബാന്ധവത്തിൻ്റെ ഭാഗമായിട്ടാണോ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്നുള്ളതും പൊതുവെ സമൂഹത്തിലൊരു ചർച്ചയ്ക്കിടയാവുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാതിരിക്കാനാവില്ല. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട ഒരു പരിഗണന നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല എന്നത് പൊതുസമൂഹത്തിൽ ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഈ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഘടകങ്ങളാണ് എന്ന് കാണേണ്ടതുണ്ട് എന്നാണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്.